ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ദുബായിലായാലും ഇല്ലെങ്കിൽ ഏത് രാജ്യത്തായാലും ഇല്ല, ഇപ്പോൾ ഇന്ത്യയിലായാൽ തന്നെ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പലതും പത്രത്തിലൂടെയും ന്യൂസിലൂടെ ഇത് ഓൺലൈൻ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇതറിഞ്ഞിട്ടും ചില ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ ബാങ്കിൻ്റെ ഒരു ആവശ്യമായിട്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയണം, മലയാളി തന്നെയാണ്, ഇപ്പോൾ പുള്ളിയിൽ നിന്ന് 50,000 ദിർഹം പോയെന്നാണ് പറയുന്നത്. അത് ഏതോ ടൂറിസം കമ്പനിയിലെന്നാണ്. അത് അവരിങ്ങനെ വിളിച്ചിരുന്നു, കുറേ ആൾക്കാർ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അവർ തായ്ലൻഡോ അങ്ങോട്ട് അവിടെ ഫാമിലിയായിട്ട് പോകാൻ വേണ്ടി 4,000-5,000 ദിർഹം പറഞ്ഞു. അത് ഓൺലൈൻ വഴി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാം സംസാരിച്ചതും എല്ലാം കേട്ടിട്ട് പുള്ളിക്ക് ജെന്യൂനിറ്റി. ചില ആൾക്കാർ സാധാ ആൾക്കാരാണ്, ഒത്തിരി അവർ ചിന്തിക്കത്തില്ല, അങ്ങനെയുള്ളവരാണ് പറ്റിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് തിരിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോയി തിരക്കിയില്ല, പക്ഷെ ഓൺലൈൻ വഴി പേയ്മെൻ്റൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പം കിട്ടുന്നില്ല. അങ്ങനെ പോയി തിരക്കിയപ്പോൾ ഓഫീസേ ഇല്ല. അവിടെ എല്ലാം അവർ പോയി, എല്ലാ ആൾക്കാരും പോയി, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പോയി. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, കേസ് കൊടുക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കാനാണ്. ദുബായ് പോലീസിലൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് അവർക്കൊരു ഇൻഫർമേഷൻ എന്തായാലും കൊടുത്തിരിക്കണം. നമുക്ക് എന്ത് നടന്നാലും ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുത്തിരിക്കണം. മറ്റുള്ളവരിനി അടുത്ത് ചതിയിൽ പെടരുത് അല്ലേ. ഒരാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ കേസൊന്നും കൊടുത്തില്ല, അവർ അന്വേഷണം ഇല്ലെങ്കിൽ നേരെ അവർ വേറൊരു സ്ഥലത്ത് പോയി വീണ്ടും വേറെ ആൾക്കാരെ വെച്ച് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. കുറേ ആൾക്കാരുണ്ട്, അവർക്ക് എവിടെയായാലും ഒരു പ്രശ്നമില്ല, അവർ എങ്ങനെയായാലും അവർ ജീവിക്കും. മനസ്സിലായില്ലേ? പൈസയൊക്കെ അവർക്ക് എങ്ങനെയും കിട്ടിയാൽ മതി, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പം അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കണം, ജെന്യൂൻ ആണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ വെബ്സൈറ്റ് ഇപ്പോൾ എത്തിസലാത്തിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സെയിം ലിങ്ക് ആണോ എന്നൊക്കെ അത് കറക്റ്റ് നോക്കണം. നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ അടയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്നിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ അത് ചെയ്തിട്ട് അതിലൂടെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് പൈസ വേറെ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് ഇത് നമ്മളെ കാർഡ് വെച്ച് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെ കംപ്ലൈൻ്റൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചൊക്കെ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ വല്ലൊരു OTP ഒക്കെ ചോദിക്കും, ഇത് അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ. ഇപ്പം പോലീസാണെന്നൊക്കെ പറഞ്ഞിട്ട് പല തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ OTP ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അങ്ങനെ ആരും ചോദിക്കത്തുമില്ല OTP ഒന്നും. അത് മെസ്സേജ് വന്നാലും ഇപ്പം ആര് വന്നാലും അപ്പോൾ നമ്മളെന്ത് സംഭവിച്ചാലും കേസ് നമ്മൾ ഫയൽ ചെയ്യുക, പോലീസിനെ വിളിച്ച് പറയുകയോ അതൊക്കെ ചെയ്യുക. അപ്പം പുതിയതായിട്ട് വരുന്നവരും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും, പുതിയതും പഴയ ആൾക്കാരും ഇത് തന്നെയാണ്. ഒരു കമ്പനിയിൽ ഇപ്പം പെട്ടെന്ന് വിളിക്കുകയാണ്, എൻ്റെ അടുത്ത് പോകാം, നല്ല പാക്കേജാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ചാടിയിറങ്ങുന്നതിന് മുന്നേ കുറേ അന്വേഷിക്കുക, അതിൻ്റെ ജെന്യൂനിറ്റി എന്നോട്ട് ഉണ്ട് കമ്പനി. അപ്പോൾ അതെല്ലാം വെബ്സൈറ്റിലൊക്കെ നമ്മൾ കയറി സെർച്ച് ചെയ്താൽ തന്നെ കിട്ടില്ല. ആരെങ്കിലും വഴിയൊക്കെ സെർച്ച് ചെയ്യുക. അല്ലാതെ ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി പൈസ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ആയിരിക്കുമല്ലേ, അത് വെറുതെ പോവും, പിന്നെ കിട്ടത്തുമില്ല കേട്ടോ. അന്യനാട്ടിലൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പൈസ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ചിലപ്പം ക്രെഡിറ്റ് കാർഡിൽ നിന്നായിരിക്കും, പിന്നെ നമ്മളത് അടച്ചല്ലേ പറ്റുള്ളൂ. നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്, വെറുതെ ചാടിക്കയറി ഒന്നും ചെയ്യാതെ ഇരിക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, ചില ആൾക്കാർക്ക് ആർത്തി കൊണ്ട് അത്യാഗ്രഹം കൊണ്ടും 1000 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 500 അടുത്ത ആഴ്ച തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ ഉടനെ അതിൽ കൊണ്ടിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുതലും കാണില്ല, പലിശ തരേണ്ട അതും കാണത്തില്ല. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ജെന്യൂനിറ്റിയൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നെ ഇതുപോലുള്ള ബുക്കിങ്ങും എല്ലാം നോക്കിയൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും റീചാർജ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റും കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് ജെന്യൂനിറ്റി നോക്കി ചെയ്യുക. ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ
വീഡിയോസും കൂടെ പഴയ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.